ട്രംപിലേക്കാണ്. ട്രംപ് കുറേ നാളുകളായിട്ട് ഗ്രീൻലൻഡ് പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ഗ്രീൻലൻഡ് തനിക്ക് വേണമെന്ന് പറയാറുണ്ട്. ഇതേ തുടർന്ന് നാറ്റോ സഖ്യവും അതിൻ്റെ അകത്തുണ്ടാകുന്ന ഭിന്നതകൾ നമ്മുടെ മുമ്പിൽ പല പല റിപ്പോർട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നാറ്റോ സഖ്യത്തിലെ 8 രാജ്യങ്ങൾക്കെതിരെ ട്രംപ് 10% തീരുവ ചുമത്തിയിട്ടുണ്ട്. അത് വൈകാതെ തന്നെ 25%-ലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ട്രംപ് ഗ്രീൻലൻഡ് പിടിച്ചെടുക്കുന്നതിനെതിരെ ഡെൻമാർക്കിനൊപ്പം ഫ്രാൻസും അതോടൊപ്പം തന്നെ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ച് കൂടെയുണ്ട്. അതിൻ്റെ അകത്ത് ഫ്രഞ്ച് പ്രസിഡൻറ്റ് മാക്രോൺ അദ്ദേഹം ട്രംപുമായിട്ട് നടത്തിയ സംഭാഷണങ്ങളുടെ ചാറ്റുകൾ കൂടി ട്രംപ് ഈ വിഷയത്തിൽ മാക്രോണിനെതിരെ ഉപയോഗിക്കാനായിട്ട് പുറത്തുവിട്ടിരുന്നു. ഇത്തരത്തിൽ അമേരിക്കയുടെ ഒരു താല്പര്യത്തിന് യൂറോപ്പ് കീഴടങ്ങുകയില്ല എന്ന അർത്ഥത്തിൽ മാക്രോൺ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ അമേരിക്കയ്ക്കെതിരെ യൂറോപ്പ് നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടിയിട്ട് നീങ്ങുകയാണ്. ഡെൻമാർക്കിനോട് ഐക്യപ്പെട്ടിട്ട് ബാക്കിയുള്ള നാറ്റോയിലെ ബാക്കിയുള്ള സഖ്യകക്ഷികൾ യൂറോപ്പിൽ നിന്നുള്ള അവരോടൊപ്പം കൂടെ നിൽക്കുകയും ഡെൻമാർക്കിന് വേണ്ട സൈനിക സഹായം നൽകുകയും ചെയ്യുകയാണ്. ഇത് ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിലേക്കാണ് നമ്മൾ അടുത്ത് ഇതാവും സാർ. മൊത്തത്തിൽ ഇപ്പോഴുള്ളൊരു സാഹചര്യം, ട്രംപ് എല്ലാ ദിവസവും വന്നിട്ട് ഗ്രീൻലൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്, ഗ്രീൻലൻഡ് വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ പ്രതികരണമായിട്ട് ബ്രിട്ടനും ഫ്രാൻസും അടക്കം രംഗത്ത് വരുന്നു. അതോടൊപ്പം ഫ്രാൻസിന് 200% അവരിൽ നിന്നുള്ള ഫ്രഞ്ച് വൈനടക്കം തീരുവ ചുമത്തുമെന്ന് കൂടിയിട്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? സുകേഷ്, ഇത് ചെറിയ കാര്യമല്ല. ഒരുപക്ഷെ ആധുനിക ലോക രാഷ്ട്രീയത്തിൽ ഏറ്റവും സംഭവബഹുലമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഏതളവിൽ അതിനെ പ്രതിഫലിപ്പിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞാൽ പല അടരുകളുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ഒരു കാര്യം നോക്കിയാൽ നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള ഗോൾഡിൻ്റെ, സ്വർണത്തിൻ്റെ വിലയിലുണ്ടായിട്ടുള്ള എന്താ പറയുക, റോക്കറ്റ് വേഗത്തിലുള്ള വില വർധനയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? ആളുകൾ ഏറ്റവും സേഫ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹേവൻ ആയിട്ട് അവരിപ്പോൾ കാണുന്നത് ഗോൾഡിനെയാണ്. ഡോളറിൽ വിശ്വാസം ഇല്ലാതാവുന്നു. എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? എവിടെയും അത്രയും വലറ്റൈലായിട്ടുള്ള, അത്രയും ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്കണോമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്റ്റേബിൾ ഏരിയ എന്ന് പറയുന്നത്, സേഫ് ഏരിയ എന്ന് പറയുന്നത് ഗോൾഡാണ്. അപ്പോൾ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ഈ പറയുന്ന ഹൈ വാല്യൂ ഓർണമെൻറ്റ്സ്, മെറ്റൽസിൻ്റെ വില റോക്കറ്റ് വേഗത്തിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത, നമ്മളതിൻ്റെ ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വർധന ഉണ്ടായുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലോകഘടനയിലെ ഏറ്റവും പ്രകമ്പന ശേഷിയുള്ള ഡെവലപ്മെൻറ്റ്സാണ് ഒരർത്ഥത്തിൽ നടക്കുന്നത്. പക്ഷേ അത് അതേ പ്രവേഗത്തിൽ അതിനി മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ദ സെൻറ്റർ ഓഫ് ഓൾ ദിസ് ഡെവലപ്മെൻറ്റ് ട്രംപ് എന്ന് പറയുന്ന മനുഷ്യനാണ്. ദ മോസ്റ്റ് ഇമ്പൾസീവ് പൊളിറ്റീഷ്യൻ ഇൻ ദ പ്ലാനറ്റ് എന്ന് പറയാവുന്ന ഒരാളാണ്. അയാൾ അടുത്ത സെക്കൻഡിൽ അയാൾ ഇമ്പൾസ് മാറുമോ, ഗ്രീൻലാൻഡ് നിങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ ചിലപ്പോൾ പറയുമോ എന്നൊന്നും പറയാൻ. അതുകൊണ്ട് ഇതേ പ്രോഗ്രഷനിൽ തന്നെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആസ് ഓഫ് നോ ഇപ്പോൾ ഉണ്ടായുള്ള കാര്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തത് ഈ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട് ഗ്രീൻലാൻഡിനെ കുറിച്ച് അദ്ദേഹം എന്താ പറയുന്നത് ശ്രദ്ധിക്കണം. അത് ഐ ആം ഗോയിങ് ടു ബൈ എന്നുള്ളതാണ്. നിങ്ങളതെനിക്ക് വിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താ, ലളിതമായിട്ട് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ഭാഗമായുള്ളൊരു ടെറിട്ടറി, ഒരു ഓട്ടോണമസ് ടെറിട്ടറിയാണ്. ഡെൻമാർക്കിൻ്റെ ഭാഗമായുള്ള ഒരു ഓട്ടോണമസ് ടെറിട്ടറിയാണ്. ആൻഡ് അത് ഡെൻമാർക്ക് നാറ്റോയിലൊരു സഖ്യകക്ഷി കൂടിയാണ്. അത് വിട്ടേക്കോ എന്ന് പറഞ്ഞാൽ അതെനിക്ക് തരണം, ഞാനത് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ എനിക്കത് വിൽക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സോവറിറ്റി എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ കമ്മോഡിറ്റിയായി മാറുകയാണ്. അങ്ങനെ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സോവറിറ്റി, ഫ്രീഡം എന്നൊക്കെ പറയുന്ന കാര്യം എന്താണ്? ഒരു നെഗോഷ്യബിൾ കമ്മോഡിറ്റി മാത്രമാണ്. ഞാൻ പൈസ തരുന്നു, നിങ്ങളുടെ സോവറിറ്റി ഞാൻ എടുക്കുന്നു. അതെങ്ങനെ സംഭവിക്കുക? അപ്പം ഞാനത് വാങ്ങാൻ പോവുകയാണ്, നിങ്ങളത് എനിക്ക് വിൽക്കണം എന്ന് പറയുന്നു. അത് പറ്റില്ലെന്ന് പറയുമ്പോൾ ആളെന്ന് പറയുന്നു, ഞാൻ ടാരിഫ് അടിക്കും എന്ന് പറയുന്നു. ടാരിഫ് അടിക്കുന്ന ആരാണ് പറയുന്നത്? ഇവരെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയനോട് 10 മുതൽ 25%. ഫെബ്രുവരി 1 ആകാണ്ട ഒരാഴ്ച കഴിഞ്ഞാൽ ആ ദിവസമായി. ഫെബ്രുവരി 1 കച്ചവടം ഉറപ്പിക്കണം. അതാണ് ഫെബ്രുവരി 1 കച്ചവടം നടന്നിരിക്കണം. ഗ്രീൻലാൻഡ് എനിക്ക് വിറ്റിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ടാരിഫ് അടിക്കും. 10 മുതൽ 25%. ഫെബ്രുവരി ജൂൺ വരെ ഒന്നും കൂടെ വെയിറ്റ് ചെയ്യും, ഒരു ബഫർ ടൈം. ജൂണിലേക്ക് കച്ചവടം ഫുള്ളായി നടന്നില്ലെങ്കിൽ 25% ആക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ സംഭവിക്കുന്നത് ട്രേഡിനെ ഒരു വെപ്പനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ഇദ്ദേഹം എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രേഡിനെ വെപ്പനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് പലയിടത്തും വിജയിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ഒരു സമ്പദ്ഘടനയിൽ അമേരിക്കയുടെ അപ്രമാദിത്വം കാരണം, ആ ഡോളറിൻ്റെ അപ്രമാദിത്വം കാരണം സ്വാഭാവികമായിട്ടും ട്രേഡിനെ ഇങ്ങനെ വെപ്പനൈസ് ചെയ്യാൻ അങ്ങനെ പറ്റിയിട്ടുണ്ട്.
എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ, ഇന്നത്തെ ലോകഘടനയിൽ വന്നിട്ടുള്ള വലിയ തോതിലുള്ള ഫ്രാഗ്മെൻറ്റ്, യൂണിഫൈഡ് ബ്ലോക്കുകളൊന്നും എവിടെയില്ല. ഓരോരുത്തരും അവനവൻ്റെ സർവേയിൽ അവനവൻ്റെ കാര്യത്തിൽ നോക്കുകയാണ്. ഇതിൻ്റെ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള അലയൻസസ് ആണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരേ മാതിരിയുള്ള ഒരു അലയൻസ് എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ ഇല്ല. ഓരോ ആളുകളും ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ ഒരു രാജ്യമായിട്ട് അലയൻസ്, വേറൊരു വിഷയത്തിൽ വേറൊരു രാജ്യമായിട്ട് അലയൻസ്, ഇങ്ങനെയൊക്കെ മൾട്ടി ലെയർഡ് അലയൻസസ് ആണ്, പൊളിറ്റിക്കൽ അലയൻസസ് ആണ് ലോകത്ത് പൊതുവേ ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ വെനസ്വേലയിൽ നമുക്കൊരു പ്രസിഡൻറ്റിനെ അയാളെ ഭാര്യയും പൊക്കി കൊണ്ടുപോയി. ഇന്നിപ്പോൾ ഇതൊരു 3 ആഴ്ച കഴിഞ്ഞില്ലേ? ലോകത്ത് വല്ലതും സംഭവിച്ചോ? ലോകത്തെ ഓയിൽ റിസർവിൻ്റെ 18% കൈവശം വെക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെയും അങ്ങേരുടെ ഭാര്യയെയും അർദ്ധരാത്രിക്ക് വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോയി. ആളുകൾ മറന്നില്ലേ? എവിടെയും ആരും അതേക്കുറിച്ച് സംസാരിക്കുന്നുമില്ലല്ലോ. ആർക്കും വെനസ്വേലയുടെ കാര്യം വെനസ്വേല തന്നെ നോക്കിക്കൊള്ളാം എന്നുള്ളതിലേക്ക് ഒരു ഫ്രാഗ്മെൻറ്റേഷൻ ഗ്ലോബൽ പൊളിറ്റിക്സിൽ വേറെ ആൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഫ്രാഗ്മെൻറ്റേഷൻ വരുമ്പോഴും ഏതോ നിലക്കുള്ള ഒരു ബ്രോഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് വെസ്റ്റേൺ ബ്ലോക്കാണ്. നമ്മൾ വെസ്റ്റേൺ പടിഞ്ഞാറൻ ശക്തികൾ, ദ വെസ്റ്റേൺ ബ്ലോക്ക് എന്ന് ജനറലി പറയുന്നത്. വെസ്റ്റേൺ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? യൂറോപ്പും അമേരിക്കയാണല്ലോ. യൂറോപ്പ് എന്ന് പറയുമ്പോൾ എഗൻ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും. ലോകത്തെ ഏറ്റവും കൊഹസീവായിട്ടുള്ള ഒരു യൂണിഫൈഡ് ബ്ലോക്ക് എന്ന് പറയാവുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്ലോക്കാണ്. അതിൻ്റെ തന്നെ മിലിറ്ററി ബ്ലോക്കാണ് എന്ത്? നാറ്റോ എന്ന് പറയുന്നത്. നാറ്റോ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള മിലിറ്ററി ബ്ലോക്കാണ്. അപ്പോൾ ഈ സംഭവത്തോടെ സംഭവിക്കുന്നത് വെച്ചാൽ എഗൻ ഫാൾ ഓഫ് വെസ്റ്റേൺ ബ്ലോക്ക് എന്ന് നിശ്ചയമായിട്ടും പറയാവുന്നൊരു സംഗതിയാണ്. കൊലാപ്സ് ഓഫ് വെസ്റ്റേൺ ബ്ലോക്ക് എന്ന് പറയാവുന്നൊരു കാര്യമാണ്. കാരണം ആ വെസ്റ്റേൺ ബ്ലോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്ലെയേഴ്സ്, യൂറോപ്യൻ യൂണിയനും അമേരിക്കയും, ഗുരുതരമായൊരു ട്രേഡ് വാറിലേക്ക് പോവുകയാണ്. ട്രേഡ് വാറിൽ 10% ടാരിഫ്, 10 മുതൽ 25% ടാരിഫ് അടിക്കുമെന്നും ട്രംപ് പറയുമ്പോൾ നമ്മളെ മാതിരി പിന്നെ അപ്പോൾ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കൽ നിർത്തിയിൽ ടാരിഫ് അടിക്കുമെന്ന് നമ്മൾ ഞങ്ങൾ നിർത്തിയേക്കാം എന്നല്ല കേട്ടോ യൂറോപ്യൻ യൂണിയൻ പറയും. യൂറോപ്യൻ യൂണിയൻ ഞങ്ങൾ തിരിച്ചും ടാരിഫ് അടിക്കുമെന്ന് പറയുന്നു. ടാരിഫ് അടിക്കുന്നു. അവരുടെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ACI എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസ് ഉണ്ട് യൂറോപ്യൻ യൂണിയൻ ആക്ടിൽ, ആൻറ്റി കോഷൻ ഇൻസ്ട്രുമെൻറ്റ്. ACIയെക്കുറിച്ച് സാധാരണ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ യുദ്ധത്തിൽ അനുഭവം എന്താണോ അതാണ് വ്യാപാര യുദ്ധത്തിൽ ACI എന്നാണ്. ആൻറ്റി കോഷൻ ഇൻസ്ട്രുമെൻറ്റ് ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് സമാനമായ രീതിയിൽ ടാരിഫുകളും നിയന്ത്രണങ്ങളും. ലോകത്തെ ഏറ്റവും വലിയൊരു സിംഗിൾ മാർക്കറ്റ് എന്ന് പറയാവുന്നതാണ് യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റ്. ഏറ്റവും എന്താ പറയുക, ക്രയശേഷിയുള്ള സിംഗിൾ മാർക്കറ്റാണ് യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റ്. നിങ്ങൾ ഇങ്ങോട്ട് അടിച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും അടിക്കും എന്നാണ് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞത്. അപ്പോൾ ACI ആക്ടിവേറ്റ് ചെയ്യാനുള്ള അതിൻ്റെ പ്രാഥമിക നടപടികൾ അവരെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഫെബ്രുവരി 1 ട്രംപ് ടാരിഫ് അടിക്കുകയാണെങ്കിൽ ഇവിടെ ഇവർ ടാരിഫ് അടിക്കും. അപ്പോൾ ആ നിലക്ക് ട്രേഡ് വാർ, ലോകത്തെ ഏറ്റവും മാരകമായൊരു ട്രേഡ് വാറിലേക്കാണ് പോവുക. പിന്നെ വരുന്നത് മിലിറ്ററി എസ്കലേഷനാണ്. മിലിറ്ററി എസ്കലേഷനിലേക്ക് പോകും. എങ്ങനെയാണ്? ഒന്നാമത്തെ പ്രശ്നം നാറ്റോ എന്ന് പറയുന്ന അലയൻസ് എന്താണ്? നാറ്റോ അംഗരാജ്യങ്ങൾക്ക് പരസ്പരം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അവർ. ഒരു മിലിറ്ററി അലയൻസാണ്. ഒരു രാജ്യത്ത് ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കൂട്ടായി സംരക്ഷിക്കുക എന്നുള്ളത് നാറ്റോ രാജ്യങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. അതാണ് ഒരു നാറ്റോ അംഗരാജ്യത്തിൻ്റെ ഒരു ഭൂപ്രദേശം ഞാൻ എടുക്കാൻ പോവുകയാണ്, തന്നില്ല ഞാൻ പിടിച്ചെടുക്കുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ ഡെൻമാർക്ക് അവിടേക്കുള്ള ഇത് കൂട്ടി, മിലിറ്ററി പ്രസൻസ് കൂട്ടി, മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അവിടേക്ക്, അതൊരു എന്താ പറയുക, ഒരു സൂചന എന്ന അർത്ഥത്തിൽ മാത്രമാണ്. വലിയ തോതിലുള്ള മിലിറ്ററി ഡിപ്ലോയ്മെൻ്റ് ഇല്ല, അവരുടെ പേഴ്സണൽസിനെ അങ്ങോട്ട് നിയോഗിച്ചു കഴിഞ്ഞു. അപ്പോൾ നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിൽ ഒരു മിലിറ്ററി ഏതെങ്കിലും നിലക്കുള്ള ഒരു സ്റ്റാൻഡ് ഓഫ്, യുദ്ധമൊന്നും വേണ്ട, ആ നിലക്കുള്ള ഒരു ഫേസ് ഓഫ് വരികയാണെന്ന് തന്നെ വിചാരിക്കാം. അതിൻ്റെ ഫോളോ ഔട്ട്, അതിൻ്റെ തുടർ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ബ്ലോക്കിനെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് പരിധി വിട്ട് പോവുകയാണെങ്കിൽ ഈവൻ ഒരു 3rd വേൾഡ് വാർ എന്ന് പോലും പറയാവുന്നൊരു സെനാരിയിലേക്ക് ഇത് വളരാം. അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിലപ്പുറത്തും യൂറോപ്യൻ യൂണിയനിൽ പറയുന്ന അവരും എന്താണ് ന്യൂക്ലിയർ രാജ്യങ്ങളാണ്. ഫ്രാൻസ് ഉണ്ട്, UK ഉണ്ട്. UK യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമല്ലേ ഇപ്പോൾ, പക്ഷേ നാറ്റോയുടെ ഭാഗമാണ്. UK ഇതിൽ ഗ്രീൻലാൻഡ് എടുക്കുന്നതിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ടാരിഫിന് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം ഇത് വലിയൊരു എസ്കലേഷനിലേക്ക് പോകരുത് എന്നുള്ളൊരു നിലപാടും കൂടെ അവർ പറയുന്നുണ്ട്. ACI ഒന്നും ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യരുതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഒരു മീഡിയേറ്റർ റോളിൽ നിൽക്കാൻ വേണ്ടി സ്റ്റാമർ ശ്രമിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് വലിയ തോതിലുള്ള തുടർ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്.
ഇതിലൊരു വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഗ്രീൻലാൻഡ് എടുക്കുന്നതിന് ന്യായമായിട്ട് ട്രംപ് പറയുന്നതാണ് ചൈനയും റഷ്യയും അവർ ഈ അവിടുത്തെ മഞ്ഞ് ഉരുകിക്കഴിഞ്ഞാൽ അതിലൂടെ റൂട്ട് ഉണ്ടാക്കുകയും അവരുടെ സാന്നിധ്യം കൂടുകയും നമ്മുടെ സുരക്ഷയ്ക്ക് പ്രശ്നമാകും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉണ്ടായ ഈ ഡെവലപ്മെൻറ്റ് ഇതിൽ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആരാണ്? റഷ്യയും ചൈനയാണ്. ഇപ്പോൾ തന്നെ ചൈന എന്താണ്, ഞങ്ങളാണ് ഒരു സ്റ്റേബിൾ എക്കണോമിക് പാർട്ട്ണർ, മറ്റേ ചങ്ങായിയായിട്ട് പാർട്ട്ണർഷിപ്പ് നടക്കില്ല, അവൻ എന്തൊക്കെയോ ഇന്നെന്ത് ചെയ്യുന്നതല്ല നാളെ ചെയ്യുക, നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു എക്കണോമിക് പാർട്ട്ണർ ഞങ്ങളാണ്, ഒരു ട്രേഡ് പാർട്ട്ണർ ഞങ്ങളാണ് എന്നും ചൈന പറയുകയാണ്. എന്നാൽ ചൈനയുടെയും റഷ്യയുടെയും പൊസിഷൻസ് ഇപ്പോൾ തന്നെ വർദ്ധിച്ചു കഴിഞ്ഞു. ചൈനയും റഷ്യയും ശക്തിപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഗ്രീൻലാൻഡിനെ പിടിക്കാൻ പോകുന്ന പരിപാടിയുടെ പേരിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ചൈനയും റഷ്യയും കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന രാജ്യങ്ങൾ, അവർ വളരെ ശ്രദ്ധയോടുകൂടി വളരെ സ്ട്രാറ്റജിക്കായിട്ട് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. എന്നാൽ ഗ്ലോബൽ പൊളിറ്റിക്കൽ പൊസിഷൻ, അതിൻ്റെ ഡൈനാമിക്സ് വലിയ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു ഡൊമിനൻസ്, വെസ്റ്റേൺ ബ്ലോക്കിൻ്റെ ഡൊമിനൻസ് അത് ഫ്രാഗ്മെൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ ബുദ്ധിപൂർവമായ നീക്കങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക്, ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക് നടത്താൻ പറ്റുന്ന സന്ദർഭമാണ്. ഞാൻ മൊത്തത്തിൽ എൻ്റെ ഒരു എപ്പിസോഡിനെ കാണുന്നത് വെച്ചാൽ ഈ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് പവർ അത് പുതിയൊരു ലോകഘടനയിലേക്കുള്ള സഞ്ചാരത്തിനുള്ള ഗതിവേഗം കൂട്ടും എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പ്രൊഫസർ, ഈ ട്രംപിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭീഷണിയുള്ള ഒരു വശത്ത് അതിനിപ്പോൾ പ്രതിരോധിക്കുകയും അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കുകയെന്നൊക്കെ യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഉണ്ട്. ദോസാർ പറഞ്ഞ കണക്കിന് ലോകക്രമം മാറിമറിയുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുക തന്നെയാണോ? നമ്മൾ സുകേഷ്, ഈ അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. അത് നമ്മൾ ഒരു വിശേഷണം എന്ന നിലയിൽ നമ്മളത് ഉപയോഗിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ ആക്ച്വൽ സംഗതി സാമ്രാജ്യത്തെ വെട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് കൈയടക്കുന്നതോ ആയിട്ടുള്ള രീതി നമ്മുടെ ഒരു തലമുറയ്ക്ക് മുമ്പാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ പുതിയ തലമുറ അത് നേരിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ ഇപ്പോൾ ഇറാഖ് തൊട്ടിങ്ങോട്ടുള്ള എപ്പിസോഡ്സ് നോക്കി, ഇറാഖ് ആവട്ടെ, അഫ്ഗാനിസ്ഥാനാവട്ടെ, പിന്നെ ലിബിയ ആവട്ടെ, സിറിയ ആവട്ടെ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ ഇടപെടലും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഭരണമാറ്റങ്ങളും ഒക്കെയാണ് നമ്മൾ സമീപകാലത്തൊക്കെ നമ്മുടെ ഓർമ്മയിലും മറ്റുമൊക്കെ കാണുന്ന സംഗതികൾ. യഥാർത്ഥത്തിൽ അതിലും ഉപരിയായിട്ട് ഈ എന്താ പറയുക, ഇപ്പോൾ ദാവൂദ് പറഞ്ഞ പോലെ തന്നെ സോവറൻറ്റി ലംഘിച്ച് പ്രദേശങ്ങൾ കൈയടക്കുക, ഒരു ഭൂപ്രദേശമാകെ കൈയടക്കുക, അതിൻ്റെ സമ്പത്തും അതിൻ്റെ എന്താ പറയുക സൈനിക മേധാവിത്വം ഒക്കെ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഒരു സാമ്രാജ്യ ഭരണകൂടം നീങ്ങുന്നതിൻ്റെ കാഴ്ച നമുക്ക് വളരെ എന്താ പറയുക, വളരെ സ്റ്റേബിളായിട്ടല്ല, വളരെ അൺസ്റ്റേബിളായിട്ട് അതിങ്ങനെ സംഭവിക്കുന്നത് കാണാം. കാരണം പ്രത്യേകിച്ച് ഈ പറഞ്ഞ രീതിയിൽ വളരെ പിന്നെ പൊട്ടൻഷ്യലി ഒരു എങ്ങനെയും പ്രതികരിക്കാൻ സാധ്യതയുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിൽ ആണിപ്പോൾ അമേരിക്ക ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത്. അത് എവിടുന്നോ ഈ ഒരു എന്താ പറയുക കാലഹരണപ്പെട്ടു എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സാമ്രാജ്യത്വത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്ക്, അതിൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു രാജ്യമായി ഇപ്പോൾ അമേരിക്ക വന്ന് കാണുന്നുണ്ട്. അതിപ്പോൾ കേവലം എന്താ പറയുക, ഇപ്പോൾ വെനിസ്വേലയിലെ ഇടപെടൽ അവിടുത്തെ ഭരണ മാറ്റത്തിലൂടെ എന്തോ ഒരു വലിയ എന്താ ഡ്രഗ് കാർട്ടലിനെ അവസാനിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ അവിടെ നിന്നുള്ള ഭീകര സെക്യൂരിറ്റി ഇഷ്യൂസിൻ്റെ പേരിലുള്ള സംഗതിയാണെന്ന് പറയാം. അങ്ങനെ പല ന്യായീകരണങ്ങളും അമേരിക്ക പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇറാഖിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടതുപോലെ ഇല്ലാത്ത കഥകൾ നിർമ്മിച്ച് അവിടെ പോയി അതിനെ അറ്റാക്ക് ചെയ്തിട്ട് അതൊന്നും ഇല്ലാന്ന് വെളിപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ ഗ്രീൻലാൻഡിന് മേലെയുള്ള ഈ ഒരു അവകാശവാദം എന്നല്ല, എനിക്ക് അവകാശപ്പെട്ടതാണത്, ഞാനത് എടുക്കും എന്ന നിലയിലുള്ള വളരെ ധിക്കാരപൂർവമായ സമീപനം. ഇതിലിപ്പോൾ ഒരു വർഷമായി സുകേഷ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഉന്നയിക്കപ്പെട്ടതിൻ്റെ 1-ാം വാർഷികമാണ് ഇന്നലെ, 20-ാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇതിന് ശേഷം രണ്ടാമത്തെ അധികാരത്തിലെത്തിയതിന് ശേഷം ട്രംപിൻ്റെ ഒരു പ്രധാനപ്പെട്ട നീക്കമായിട്ട് ഇത് വളർന്നു. അപ്പോൾ ഇത്രയും നാളായിട്ട് ഇതിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുഷ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഡെൻമാർക്ക് ഉൾപ്പെടെ, ഡെൻമാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ചെറിയ രാജ്യമാണ്. ആ രാജ്യത്ത് മനുഷ്യർ വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന ഒരു രാജ്യമാണ്. ലോകത്ത് തന്നെ 2-ാം സ്ഥാനമാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ 2-ാം സ്ഥാനത്തുള്ള, ഫിൻലൻഡ് കഴിഞ്ഞാൽ.
അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഭീഷണിയും അങ്ങനെ നേരിട്ടിട്ടുള്ള പരിചയമില്ല അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം അവരെപ്പോഴും നാറ്റോയുടെ ഭാഗമായിരുന്നു. മറ്റിടങ്ങളിൽ ഏത് മിഡിൽ ഈസ്റ്റിലാവട്ടെ അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ ഉണ്ടാവുന്ന വലിയ സംഘർഷങ്ങളിൽ വളരെ സൈലൻറ്റ് പാർട്ട്ണറായിട്ട് അമേരിക്കയുടെ കൂടെ നിന്നിട്ടുള്ള ചരിത്രമേ അവർക്കുള്ളൂ. അവർ അല്ലാതെ എവിടെയെങ്കിലും അവർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി വരുന്ന ഒരു സാഹചര്യമൊന്നും അവർക്ക് ഇതുവരെ നേരിടേണ്ടി വന്നില്ല. അത് ഡെൻമാർക്കിൻ്റെ എന്നല്ല, യൂറോപ്പിനുള്ളിൽ തന്നെ ആ ഒരു സംഗതി വളരെ ഈ പോസ്റ്റ് പിന്നെ കോൾഡ് വാറിന് ശേഷം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ യൂറോപ്പിനെ തന്നെ ഒരു എന്താ പറയുക അങ്കലാപ്പിലാക്കുന്ന ഒരു സംഗതിയും കൂടിയാണ്. ഇവർക്ക് അവരുടെ തന്നെ ലീഡിങ് ആയിട്ടുള്ള അലൈ അവർക്കെതിരെ തിരിയുന്നു. അത് നോട്ട് ജസ്റ്റ് എന്താ പറയുക ഒരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള എക്കണോമിക് ഇതിൻ്റെ പേരിൽ മാത്രമല്ല, സൈനികമായിട്ട് പോലും വേണമെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്ന നിലയിലേക്കുള്ള ഒരു സാധനമായിട്ട് അവിടെ നിന്ന് വരികയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്കറിയാം. അവിടെ ജർമ്മനി വൺ ഓഫ് അവരുടെ നെയ്ബറിങ് കൺട്രി ആയിട്ടുള്ള ജർമ്മനി പിന്നെ ഡെൻമാർക്കിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, സ്വീഡൻ നിന്നിട്ടുണ്ട്, നോർവേ നിന്നിട്ടുണ്ട്, പ്രധാനപ്പെട്ട പിന്നെ ഈ പിന്നെ പരിസര രാജ്യങ്ങളെല്ലാം തന്നെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോൾ പോലും അമേരിക്ക എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിലുള്ള ഒരു ആശങ്കയും മറ്റുമൊക്കെ അവിടെ നിലനിൽക്കുന്നുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മറ്റ് രാജ്യങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, അവരുടെ സോവറിറ്റിയിലുള്ള ഇടപെടലുകൾ, അവരുടെ പിന്നെ ഭരണാധികാരികളെ തട്ടിക്കൊണ്ടുപോവുകയോ ഭരണാധികാരികളെ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലൊന്നും ഈ യൂറോപ്പിലെ ഈ അംഗരാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സഖ്യരാജ്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. അവരതിനകത്ത് ഇടപെടുകയോ അതിനകത്ത് പിന്നെ ഒരു അഭിപ്രായം പറയും. ഈ ഡെൻമാർക്ക് തന്നെ പലസ്തീനിലാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ ഈ ഇവിടെ വെനസ്വേലയിൽ ഉണ്ടായപ്പോഴാവട്ടെ അല്ലെങ്കിൽ അതിന് മുമ്പ് ഇപ്പോൾ ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഈ സന്ദർഭങ്ങളിലൊന്നും അവരുടെ ഭാഗത്തു നിന്നൊന്നും ഒരു തരത്തിലുള്ള ഈ സോവറിറ്റി പിന്നെ തകരുന്നു എന്നുള്ള വിലാപമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് അത് ഉണ്ടാവുന്നത്, ഇപ്പോഴാണ് അവർക്കത് ബോധ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ അവർക്കത് അതിൻ്റെ വില മനസ്സിലാവുന്നു. അവർ അമേരിക്കയെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്കെതിരെ അവർ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇത് സ്വന്തം പാളയത്തിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഒരു പ്രശ്നമായിട്ട് യൂറോപ്പ് ഇത് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലൊരു പിന്നെ ഒരു മിലിറ്ററി ഇൻ്റർവെൻഷൻ ലെവലിലേക്ക് പോവാതെ അത് പിന്നെ എന്താ പറയുക, അത് ഇപ്പോഴത്തെ ഈ സംഗതി അതായത് ടാരിഫ് വാർ എന്നുള്ള നിലയിൽ നിന്നാൽ പോലും അത്രയും നമുക്കൊരു ഭീഷണിയല്ല. പക്ഷേ അതിന് ഉപരിയായിട്ട് അത് പോവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മേഖലയിൽ മുഴുവൻ പടരുന്ന തരത്തിലുള്ള യുദ്ധമായി മാറിക്കൂടാകുകയില്ല. അത് വലിയ അപകടത്തിലേക്കാണ് പോവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.